സിന്ദൂരരേഖ ഭാഗം 95. മോനായിരുന്നോ? അമ്മാളു, ദേടി ആരാ വന്നിരിക്കുന്നോ നോക്ക്. അമ്മ പുറത്തേക്ക് ഇറങ്ങുന്നതിനൊപ്പം തന്നെ അകത്തേക്ക് നോക്കി അമ്മാളുവിനോടും വിളിച്ചു പറഞ്ഞു. മനു കാറ് തുറന്ന് പുറകിലെ സീറ്റിൽ നിന്നും അവർക്ക് കൊടുക്കാനായി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു. മോനെപ്പോ വന്നു? വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ വരാന്തയിലേക്ക് കയറിയപ്പോൾ തന്നെ അമ്മ പുഞ്ചിരിയോടെ ചോദിച്ചു. ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത്. അമ്മ കോളേജിൽ പോയി കാണുമെന്ന് കരുതിയിട്ടാണ് വൈകിട്ട് വരാനിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്കും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മുവിൻ്റെ കോളേജിൽ വിടുന്ന സമയമായപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് ആൾക്ക് രാവിലെയുള്ള ഷിഫ്റ്റായിരുന്നു എന്ന്. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. ആ, അവൾക്കിന്ന് രാവിലത്തെ ഷിഫ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അമ്മ പറഞ്ഞതും മനു ഒന്ന് ചിരിച്ചു. ദാ, ഇതൊക്കെ അച്ഛനും അമ്മയ്ക്കും അപ്പുവിനും വേണ്ടി വാങ്ങിയതാ. ഞാൻ പോയിട്ട് അവളെ വിളിച്ചുണർത്താം. കയ്യിലുള്ള കവറുകളൊക്കെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ അകത്ത് അമ്മാളുവിൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മാള് നല്ല ഉറക്കമാണ്. പുതപ്പൊക്കെ പുതച്ച് സുഖനിദ്രയിലാണ്. അമ്മ നേരത്തെ വിളിച്ചതൊന്നും അവൾ അറിഞ്ഞിട്ട് കൂടിയില്ല. മനു അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. അവളുടെ മുഖം ആകെ ക്ഷീണിച്ചതുപോലെ, കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ്. താനില്ലാത്തത് അവൾക്ക് എത്രമാത്രം വേദനിപ്പിച്ചു എന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ അവന് മനസ്സിലായിരുന്നു. കുറച്ചു സമയം അവൻ അങ്ങനെ തന്നെ അവളെ നോക്കി കട്ടിലിൻ്റെ അരികിലിരുന്നു. അമ്മു. കുറച്ചു കഴിഞ്ഞതും അവളുടെ തലയിലൊന്ന് തലോടി പതിഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിച്ചു. പക്ഷേ ഒന്ന് മൂളിയതല്ലാതെ അവൾ ഉണർന്നില്ല. പക്ഷേ തൻ്റെ ശബ്ദം കേട്ടിട്ടാവണം അവൾ അറിയാതെ തന്നെ പുഞ്ചിരിക്കുന്നു. അമ്മു. വീണ്ടും അവളിലേക്ക് മുഖം അടുപ്പിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിച്ചു. അങ്ങനെയായതും അവൾ പതിയെ ഒന്ന് കണ്ണു തുറന്നു. അവൾ ഉണരാനുള്ള തയ്യാറെടുപ്പിലാണ്. മനു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കണ്ണ് ചിമ്മി തുറന്നപ്പോൾ മുന്നിൽ മനുവിനെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. തൻ്റെ തോന്നലാണോ എന്ന് കരുതി അവൾ വീണ്ടും കണ്ണൊന്ന് ഇറുക്കി ചിമ്മി അടച്ചു തുറന്നു. പക്ഷേ സ്വപ്നമല്ല, തൻ്റെ മുന്നിൽ അവൻ തന്നെയാണെന്ന തിരിച്ചറിവിൽ അമ്മാളു കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അമ്മു. അവൻ വിളിച്ചുകൊണ്ട് അവളുടെ കൈയിലേക്ക് തൻ്റെ കൈ ചേർക്കാൻ ഒരുങ്ങിയതും അവൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ നോട്ടത്തിൽ തന്നെ മനുവിൻ്റെ കൈകൾ താഴ്ന്നുപോയി. എന്താ വന്നത്? അഴിഞ്ഞുപോയ മുടിയൊന്നാകെ വാരി മുകളിലേക്ക് ഉയർത്തി കെട്ടിവെച്ചുകൊണ്ട് അവൾ ഗൗരവത്തിൽ ചോദിച്ചു. അവളുടെ മുഖത്ത് തന്നെ കണ്ടതിലുള്ള ഞെട്ടലോ ആകാംക്ഷയോ ഒന്നുമില്ല. തന്നെ കാണുമ്പോഴുള്ള അവളുടെ കണ്ണിലെ പ്രകാശം പോലും ഇല്ല എന്ന് മനു നോവോടെ മനസ്സിലാക്കി. അമ്മു, ഞാൻ സംസ്കൃതി അങ്ങനെയല്ലേ പോകുന്നതിന് മുൻപ് വിളിച്ചത്? അത് തന്നെ മതി. ഗൗരവത്തോടെ കട്ടിലിൽ തന്നെ ഇരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. അവൾ മുറിയുടെ വാതിൽക്കലേക്ക് ഒന്ന് നോക്കി. വാതിൽ അടച്ചു കിടക്കുന്നത് കണ്ടതും അവൾക്ക് സമാധാനമായി. തങ്ങളുടെ ഇടയിൽ ഈ പ്രശ്നം ഇനി അച്ഛനെയും അമ്മയെയും കൂടി അറിയിക്കേണ്ടല്ലോ എന്നാണ് കരുതിയത്. അമ്മു, നീ എന്താ ഇങ്ങനെയൊക്കെ? എന്നെ തൊടരുത്. അവളുടെ കവിളിലേക്ക് കൈവെക്കാൻ ഒരുങ്ങിയ അവൻ്റെ കൈകളെ തടഞ്ഞു നിർത്താൻ പാകത്തിനുള്ള അവളുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം. അമ്മു, ഞാൻ വേണ്ട. എന്തിനെപ്പോൾ വന്നത്? അത് മാത്രം പറഞ്ഞാൽ മതി. അമ്മു മോളെ, എന്താ ഇങ്ങനെ? ഞാനൊന്ന് പറയട്ടെ. വേണ്ട. മാനപറമ്പയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലാവാം. എനിക്ക് നിങ്ങളോടായിട്ടൊന്നും പറയാനില്ല. ഞാൻ കേട്ടിരിക്കാം. അവൾ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ നിന്നോട് മിണ്ടാതെയും സംസാരിക്കാതെയും ഇരുന്നത് തെറ്റായിപ്പോയി. സോറി അമ്മു. അവൻ പറഞ്ഞിട്ടും അവൾ അവനോട് തിരികെ ഒന്നും മിണ്ടിയില്ല. മൗനമായിരുന്നു അവളുടെ മറുപടി. അമ്മു, എന്തെങ്കിലും ഒന്ന് പറയ്. എനിക്കൊന്നും പറയാനില്ല. സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല, പ്ലീസ്. എന്നിട്ടും അമ്മാൾ മിണ്ടിയില്ല. അമ്മു, എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയ്. എനിക്ക് പറയാനൊന്നുമില്ല. ഇനിയും ശബ്ദം എടുത്ത് വെറുതെ അച്ഛനെയും അമ്മയെയും ഒന്നും അറിയിക്കരുത്. അത്ര മാത്രമാണ് അവൾ തിരികെ പറഞ്ഞത്. പിന്നെയും മനു അവളോടൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല. വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വരാൻ എനിക്കറിയാമെങ്കിൽ തിരികെ അങ്ങോട്ട് വരാനും എനിക്കറിയാം. ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്. ഞാൻ വരും. അകം എരിയുന്നത് പുറത്തറിയണ്ട. എൻ്റെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വരാം. അമ്മോ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയൂ. അത് പറഞ്ഞ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൾ അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കുളിക്കാനായി കയറി. മനു അപ്പോഴും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു. ഇവിടെ വരുന്നതുവരെ അവൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും പിണക്കം കാണിക്കും, പരിഭവം കാണിക്കും എന്നൊക്കെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ തന്നെ അവഗണിക്കുന്നത് പോലെ, തീർത്തും താൻ അവൾക്ക് ആരുമില്ലാത്തതുപോലെയുള്ള പെരുമാറ്റമാണ് അവളിന്ന് വരുന്നത്. കുളിച്ചു കഴിഞ്ഞ് അവൾ ഇറങ്ങി വരുന്നത് വരെ മനു അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അവളുടെ കലങ്ങിയിരിക്കുന്ന കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവൾ അകത്തുനിന്ന് കരഞ്ഞിട്ടുണ്ട് എന്നവന് മനസ്സിലായി. അമ്മു, എന്നെങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മു, ഞാനൊന്ന് പറയട്ടെ. ഞാൻ നിന്നെ വിളിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല മോളെ.
അവൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നത് കേട്ടതും അവൾ കത്തുന്ന രീതിയിൽ അവനെ ഒന്ന് നോക്കി. അവളുടെ ആ നോട്ടത്തിൽ തന്നെ മനു നിശബ്ദനായി പോയി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പുവിൻ്റെയും ഒക്കെ മുന്നിൽ അവൾ സന്തോഷത്തോടെ തന്നെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ തന്നോടുള്ള അവളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനുവിന് ഉറപ്പായിരുന്നു. പോയിട്ട് വരാം. അല്പസമയം സംസാരിച്ചൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ മനുവിൻ്റെ കൂടെ പോകാൻ നേരം അവൾ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു. സൂക്ഷിച്ചു പോയിട്ട് വാ. അച്ഛനും അമ്മയും അവളോട് തിരികെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചിട്ടാണ് അവൻ്റെ കൂടെ വിട്ടത്. അവരങ്ങനെ ചെയ്തതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയിറങ്ങി. അയ്യേ, എൻ്റെ കുട്ടി കരയുവാണോ? എന്തിനാ ഇപ്പം കരയുന്നത്? മനു വന്നതല്ലേ, ഒരുപാട് നാൾ കൂടി വരുന്നതല്ലേ അവൻ. അവിടെ പോയി നിന്നിട്ട് സമയം പോലെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇനി അത് പറ്റില്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും വിളിച്ചു പറയണം. കാണാൻ തോന്നുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാട്ടോ. അച്ഛൻ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും കണ്ണുനീര് തുടച്ച് അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് തലയാട്ടി. അല്ലെങ്കിൽ ഇനി താൻ കരഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞ് അത് മതി അച്ഛനും അമ്മയ്ക്കും ആദ്യമാവാൻ. അവരോട് യാത്രയാക്കി പറഞ്ഞ് കാറിലേക്ക് കയറിയപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ മുഖം അപ്പാടെ മാറി. സങ്കടം നിറഞ്ഞു നിന്നിരുന്ന അവളുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് ദേഷ്യം നിറഞ്ഞു വരുന്നത് മനു നോക്കിക്കാണുകയായിരുന്നു. അവളുടെ മുൻപിൽ അന്നേരം അവൻ തീർത്തും നിസ്സഹായനായി പോയി എന്ന് പറയാം. പക്ഷേ അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവൾ ചെയ്യുന്നതാണ് ശരി, താൻ ചെയ്തത് തെറ്റായിരുന്നു എന്നും അവൻ മനസ്സിലാക്കുമായിരുന്നു. അവളുടെ വീട്ടിൽ നിന്നിറങ്ങി തിരികെ മനുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ അമ്മാളു ഒരക്ഷരം പോലും അവനോട് മിണ്ടിയില്ല. അല്ലെങ്കിൽ താൻ കൂടെയുള്ളപ്പോൾ വാതോരാതെ തന്നോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നവളാണ് ഇപ്പോൾ നിശബ്ദമായിട്ടിരിക്കുന്നത്. ആ ഓർമ്മയിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൽ ഒരു വേദന തോന്നി. തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കാറ് തുറന്ന് അകത്തേക്ക് കയറി പോകുന്നവളെ മനു നിർവികാരനായി നോക്കി നിന്നു. അമ്മാളു. അവളെ കണ്ടപ്പോൾ തന്നെ അമ്മ അവളെ ഒന്ന് പുണർന്നു. സുഖാണോ? അമ്മ ഇതെന്താ ഞാൻ നാട് വിട്ടു പോയതുപോലെ ചോദിക്കുന്നത്? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളിക്കുന്ന ആളല്ലേ ഞാൻ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മാളു തിരികെ ചോദിച്ചതും അമ്മയൊന്ന് പുഞ്ചിരിച്ചു. പോയി കുളിച്ചിട്ടൊക്കെ വാ, അമ്മ അപ്പോഴേക്കും ചായ എടുക്കാം. അമ്മ പറഞ്ഞതും പിന്നെയും അവിടെ സംസാരിച്ച് നിൽക്കാതെ അവൾ വേഗം മുറിയിലേക്ക് പോയി കുളിച്ചു വന്നു. അവളുടെ പിന്നാലെ തന്നെ മനുവും പോയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവൾ മുറി അകത്തുനിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കാൻ കയറിയത്. അതുകൊണ്ട് തന്നെ മനുവിന് മുകളിലെ മുറിയിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സംസാരിക്കാൻ പല അവസരങ്ങളുണ്ടായിട്ടും അമ്മു അതിൽ നിന്നെല്ലാം മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. മനുവിനെ കണ്ട ഭാവം പോലും നടിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അവളിൽ നിന്നുണ്ടായത്. മനു ഒരുപാട് തവണ അവളോട് പോയി സംസാരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൾ അതിന് നിന്നു കൊടുക്കുന്നില്ലായിരുന്നു എന്നതാണ് സത്യം. എപ്പോഴും അമ്മയുടെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തും അവൾ അവനെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വൈകുന്നേരം 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഉണ്ണിയും വീട്ടിലേക്കെത്തി. അപ്പോഴും അവൾ അമ്മയോടും ഉണ്ണിയോടും സംസാരിക്കുന്നതല്ലാതെ മനു എന്നൊരാൾ അവിടെ ഉണ്ടെന്ന രീതിയിൽ പോലും പെരുമാറുന്നില്ലായിരുന്നു. അപ്പോഴും രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ വരുമ്പോൾ എങ്കിലും സമാധാനമായിട്ട് സംസാരിക്കണം എന്ന് മനു മനസ്സിൽ തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അവൻ്റെ മനസ്സിലെ ചിന്തകളെ തകിടം മറിക്കുന്ന രീതിയിൽ അവൾ അമ്മയോടൊപ്പം കിടക്കാമെന്ന് പറയുന്നത് മനു അവിചാരിതമായിട്ട് കേട്ടു. മനു, മോൾക്ക് കാലിന് എന്തോ വേദനയെന്ന് പറയുന്നുണ്ട്. എന്തായാലും മോളും നിൻ്റെ കൂടെ കിടക്കട്ടെ. വെറുതെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി കാലിൻ്റെ വേദന കൂട്ടണ്ട. ആ കാര്യം പോലും അവളായിട്ട് നേരിട്ട് അവനോട് വന്ന് പറയാതെ അമ്മ അവനോട് വന്ന് പറയുകയാണ് ചെയ്തത്. അതുകൂടി ആയതും മനുവിന് അവളോടും എന്തോ ചെറിയ രീതിയിലുള്ള ദേഷ്യം തോന്നാൻ തുടങ്ങിയിരുന്നു. എന്നിട്ട് അവളെവിടെ? അമ്മ അങ്ങനെ വന്ന് പറഞ്ഞതും എത്രയൊക്കെ വേണ്ട എന്ന് കരുതിയിട്ട് പോലും അവൻ്റെ ശബ്ദം ഗൗരവത്തിലായി പോയിരുന്നു. അതിൽ പതിയെ ദേഷ്യം കലർന്നു തുടങ്ങിയിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ വരാട്ടോ. ബൈ.